സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു ചെറിയൊരു അങ്ങാടി കിട്ടിയപ്പോഴേ ഒന്ന് റെസ്റ്റ് എടുക്കാതെ നല്ല അടിപൊളി കളർഫുൾ ബസ് സ്റ്റാൻഡ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്കുള്ള ബസ് യാത്രയിലാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേ നല്ല രീതിക്ക് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അടിപൊളി. 3000 കോടി മുടക്കിയതിൻ്റെ പ്രതിഫലനമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടപ്പാതയിലൂടെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. അപ്പോൾ എൻട്രി ഒരു വഴിക്കും എക്സിറ്റ് വേറെ വഴിക്കുമാണ്. അപ്പോൾ വിശാലമായ നടപ്പാത കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളെ ചെക്ക് ചെയ്യുന്ന സമയത്തേ 2 ആർമി ഉദ്യോഗസ്ഥരാണ്. അതിൽ ഒരാൾ കാശ്മീരിലല്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്ന സോളോ റൈഡാണ്, ഒരു 15 ദിവസം കഴിഞ്ഞാൽ കാശ്മീരിൽ പോകുമെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, ഇത്രയും ദൂരം വന്ന സമയത്ത് പോലീസ് ചെക്ക് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണല്ലോ, പിന്നെ എന്താ പ്രശ്നം. ഞാൻ വന്നത് വേനൽക്കാലത്തായതുകൊണ്ടേ നർമ്മദാ നദി ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ ഭംഗി, അപാര ഭംഗിയായിരിക്കും കാണാനേ. അപ്പോൾ അങ്ങനെ പതിയെ പതിയെ നടന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ രാത്രി നല്ല ലേസർ ഷോ ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. സ്റ്റാർബക്സ് ഒക്കെ ഉണ്ടല്ലോ. അടുത്തേക്ക് എത്തുന്തോറേ വലിപ്പം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ നടന്ന് പോവല്ലേ, നടന്ന് പോകുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരികയാണ്. താഴെ ഭാഗത്തെത്തി ഹൈ സ്പീഡ് ലിഫ്റ്റിൽ കയറി 38 സെക്കൻഡ് കൊണ്ട് നമ്മൾ മുകളിലെത്തി. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് നോക്കിയത് കേട്ടോ. കാരണം ടൺ കണക്കിന് ഇരുമ്പാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന ഇരുമ്പയിൽ 102 മെട്രിക് ടണ്ണ് മെറ്റൽ, കർഷകരുടെ പഴയ കാർഷികോപകരണങ്ങൾ, നിർമ്മാണ കാലത്ത് അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ താഴെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ചെറിയൊരു ഹോളുള്ള ഭാഗം, അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ. ഇപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് നർമ്മദ നദി കാണാൻ പറ്റും, സർദാർ സരോവർ അണക്കെട്ടും കാണാൻ പറ്റും അവിടെ നിന്ന്. താഴെ ഒരു മലേൻ്റെ മുകളിലാക്കണ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു LED ബോർഡ് വെച്ചിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. സർദാർ സരോവർ ഡാമിൻ്റെ നല്ലൊരു ഏരിയൽ വ്യൂ നമുക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. നർമ്മദാ നദി ഇപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റിയിരുന്നു. പക്ഷേ വേനൽ സമയമായതുകൊണ്ട് വറ്റി വരണ്ടിരിക്കുവാണ്. അപ്പോൾ കിട്ടിയ അവസരമല്ലേ, അതുകൊണ്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ നിർവൃത്തി അടഞ്ഞ്. എല്ലാവരും ഒരുമിച്ച് കയറ്റി വിടില്ല, ഓരോരോ സെഗ്മെൻ്റ് ആയിട്ടാണ് അവരെ വിടുക. കാരണം സ്പേസ് കുറവല്ലേ അതിനകത്ത്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മൾ ബേസ്മെൻറ്റിലെത്തി. ഇതിൻ്റെ നിർമ്മാണ കാലത്ത് ഓരോരോ സമയത്തുള്ള ഫോട്ടോസ് വീഡിയോ രൂപത്തിൽ അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യക്കാർക്കത് അവിടെ ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പട്ടേലിൻ്റെ പ്രതിമയുടെ തലഭാഗത്തിൻ്റെ ഒരു രൂപകൽപ്പന അവിടെ വെച്ചിട്ടുണ്ട്. ചരിത്രത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനമൊക്കെ ഉണ്ട്. എക്സിറ്റ് ആവാണ്, ഇവിടുന്ന് പോവാണ്, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാണേണ്ട രീതിക്കെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്ട്രൈറ്റ് അഹമ്മദാബാദ്. ഓക്കെ. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പഞ്ചാബി താലിയാണ്. അപ്പോൾ ഇന്നും പഞ്ചാബി താലി കഴിച്ചു. അപ്പോൾ അങ്ങനെ വഡോദരയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ കിട്ടി. ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തോന്നുന്നു. ഒരു പറ്റം ചെറുപ്പക്കാരതാ ആടിനെ വെച്ച് നടക്കുന്നു. അവർ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ടേ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അഹമ്മദാബാദിലേക്ക് പോണതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി ടീഷർട്ടുകൾ കണ്ടു കേട്ടോ റോഡ് സൈഡിൽ. അപ്പോൾ ഇവിടുത്തെ ഇവരോട് സംസാരിച്ചപ്പോഴേ ഇവർ എന്താ പറയുക ബീഹാറിലുള്ളതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേപോലെ കച്ചവടം നടത്തുകയാണ്. आपका नाम क्या है? विजय. आपका नाम क्या है?
ഏ ഗൗതം ആ ഓക്കെ. നല്ല അടിപൊളി മനുഷ്യരേട്ടാ, നല്ല സപ്പോർട്ടാണ് ഇവർ. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ ഇവർ ഭയങ്കര സപ്പോർട്ട് വന്നു കേട്ടോ. കുതിരവണ്ടി അയവ. കുതിരവണ്ടീൻ്റെ ഡ്രൈവറേ പയ്യനാ, ചെറിയ പയ്യൻ. അരിയോ അങ്ങനെ എന്താ തോന്നുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെ 2 ബീഹാറി ചട്ടന്മാരുടെ യാത്ര പറഞ്ഞ് ഞാൻ അഹമ്മദാബാദ് പിടിച്ചു. അങ്ങനെ റോഡ് കൈയടക്കി ഒരു പറ്റം ആടുകളും ഒരേട്ടനും. പുള്ളിക്കാരൻ ഭയങ്കര ആസ്വദിച്ച് വൈബായിട്ടാണ് വരുന്നത്. യജമാനൻ്റെ പുറകെ ഭടന്മാരെ പോലെ ഇതാ വരുന്നു ഒരു പറ്റം ആടുകൾ, ചെമ്മരിയാട്. പുള്ളിക്കാരൻ ആ ഗ്രൗണ്ടിലേക്ക് തന്നെ ഇറങ്ങി. അത് അതേപോലെ പതുക്കെ ഒരെണ്ണം എൻ്റെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കും. കിടന്നിട്ട് അഴുക്ക് പിടിച്ചിട്ടേ വെള്ള കളറ് ചെമ്മരിയാടല്ലേ, ഇതെല്ലാം കളറ് ബ്രൗൺ കളറായിക്കണു. അതിൻ്റെ പുറത്തുനിന്ന് വടിച്ചെടുത്താൽ കിട്ടും ഒരു ലോഡ് മടൽ. ഹലോ, അപ്പം ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. മൈക്ക് റെക്കോർഡ് ആയിട്ടില്ല. പിന്നെ എഡിറ്റിംഗ് സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളൊരു ധാരണയിൽ ഞാനിന്നാൽ പോവാ. അപ്പോൾ ഇതൊന്നും അറിയാതെ കുറച്ച് സമയം ഞാനവിടെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും റെക്കോർഡായിട്ടില്ല. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ചില ഏരിയയിൽ അതിൽ സൗണ്ട് സ്പീക്കറൊക്കെ വെച്ചിട്ട് ബ്ലൂടൂത്ത് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഓരോരോ ജീവിതങ്ങൾ. ഒരേട്ടൻ റോഡ് സൈഡിൽ വെച്ചിട്ട് ഇലക്ട്രോണിക് ഐറ്റംസ് വെക്കുന്നു, മറ്റൊരേട്ടൻ കരിമ്പ് ജ്യൂസ് വിൽക്കുന്നു. അപ്പോൾ ഒരുപാട് സമയമായിട്ട് ഈ കരിമ്പ് ജ്യൂസ് ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല തോന്നുന്നു. ആ മെഷീൻ ഉണങ്ങി വരണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഷോട്ട് എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ട്രൈപ്പോഡ് അവിടെ വെച്ചിട്ട് ഒരു ഷോട്ട് അങ്ങ് എടുത്തു. അപ്പോൾ ഞാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദ് ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് ഒരു വിൻറ്റേജ് കാറ് വേൾഡിലെ ഏറ്റവും വലിയ വിൻറ്റേജ് കാർ കളക്ഷൻ ഉള്ളൊരു ഏരിയയിലാണ്. ഇതൊരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അവിടുന്ന് വിൻറ്റേജ് കാറുകൾ കളക്ഷൻ കാണാം. ടിക്കറ്റ് എടുക്കണം.